അസ്സലാമലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. 6 to 10 o'clock ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വീട്ടിലെ എല്ലാ ജോലികളും, അതായത് 3 നേരത്തെ ഫുഡും വീട് മൊത്തം ക്ലീനിങ്ങും ഒക്കെ കഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. കാരണം ഇന്ന് എനിക്കൊരു ഫംഗ്ഷന് പോകണം. പക്ഷേ വീട്ടിലെ ഉമ്മയും കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ ഫംഗ്ഷന് വരുന്നില്ല. അപ്പോൾ അത്രയും ഉമ്മാക്കും കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അതുമല്ല, പോയിട്ട് വന്നിട്ട് രാത്രി കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയാണ്. അപ്പോൾ രാത്രിക്ക് കൂടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് A to Z കാര്യങ്ങൾ കഴിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ. നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചാലേ നല്ലൊരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചായ തിളക്കാൻ വെച്ചിട്ട് ഞാനൊന്ന് നമ്മുടെ കിച്ചണിലെ എല്ലാ കൗണ്ടർ ടോപ്പും തുടച്ചെടുത്തിട്ട് ചായ തിളക്കുന്നൊരു സമയത്തിന്, അതായത് നമ്മൾ 1 മിനിറ്റ് പോലും എവിടെയും വൈകിക്കാനില്ല. നമുക്ക് A to Z ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 1 by 1 ആയി ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്, അതിനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ച്, പിന്നെ പാത്രങ്ങളൊക്കെ തലേദിവസത്തില്ലേ അതൊക്കെ തുടച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്ക് കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പൊറോട്ടയാണ്. അപ്പോൾ മൈദ പൊറോട്ടയല്ല, വീറ്റ് പൊറോട്ട, ആട്ട പൊറോട്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് വീക്കെൻഡിൽ എന്തെങ്കിലും സ്പെഷ്യലും ആണോ, അതോടൊപ്പം തന്നെ ഉമ്മാക്ക് ഷുഗറൊക്കെ ഹൈ ആയിട്ടുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ ഹെൽത്തും കൂടി നോക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി, സാധാരണ വീക്കെൻഡിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇന്ന് ഞാൻ സാദാ ചോറും കറി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഉമ്മാൾക്ക് പച്ചക്കറിയൊക്കെ നിർബന്ധമാണ്. പിന്നെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ ഹെവി ആയിട്ടുള്ള കാലറിയാണ്. അതുകൊണ്ട് പിന്നെ ഷുഗർ അടിച്ചങ്ങ് കയറും. അപ്പോൾ ഞാൻ ഇത്തിരി മൈദ ഇടുന്നുണ്ട്. ഉമ്മാക്ക് റാഗി ദോശ ചുട്ട് കൊടുക്കും കേട്ടോ. കാരണം ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു പൊറോട്ട കൊടുക്കും, ബാക്കി റാഗി ദോശയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറുപയർ ദോശ, റാഗി ദോശ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഫുഡും വേറെ ഒക്കെ ഉണ്ടാക്കണം. എന്നാൽ ഇത്തിരി പാടാണ്, എന്നാൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം പച്ചക്കറികളൊക്കെ കയ്യിലുള്ള വെച്ചിട്ട് ഒരു സാമ്പാറും പയറും ക്യാരറ്റും വെച്ചിട്ട് ഒരു തോരനും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് പരിപ്പും ഒക്കെ ആയിട്ട്, പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള കഷ്ണങ്ങളും ഞാൻ കട്ട് ചെയ്ത്, പിന്നെ മുരിങ്ങയും ഈ ഒരു വെണ്ടയൊക്കെ ലാസ്റ്റ് നിമിഷം ചേർക്കുള്ളൂ. ഈ ഒരു സമയത്ത് 7 മണി 6 മണിക്കാണ് നമ്മൾ കിച്ചണിൽ ഇറങ്ങിയത്. 7:01 ആയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മളെ കട്ടിങ് പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാമ്പാർ വേവിക്കാൻ വെച്ചു. പിന്നെ ഇപ്പുറത്തെ സ്റ്റൗവിൽ ഞാനൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ തോരൻ്റെ പയറും ക്യാരറ്റുമാണ് തോരനാക്കി എടുക്കുന്നത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ മുട്ടക്കറിക്കുള്ള ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ 3 അടുപ്പ് എനിക്കുള്ളതുകൊണ്ട് ഓരോ സ്റ്റൗവിൽ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വെളുത്തുള്ളി പോലും തൊലി കളഞ്ഞ് നമ്മളിത് സ്റ്റോക്കില്ല, ഞാനൊക്കെ ഇപ്പോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് ഈ ഒരു മുട്ടക്കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഉള്ളിയാണ് വഴറ്റിയെടുത്തത് വെളിച്ചെണ്ണയിൽ. ഇനിയിപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ അവിടെ അടച്ച് വെച്ചിട്ട് നമുക്ക് പൊറോട്ട വീശിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയം എവിടെയും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. അങ്ങനെയും നമ്മൾ മാനേജ് ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് പൊറോട്ട വീശിയെടുക്കാം. വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഗോതമ്പ് പൊടിയാണിത്. അതാണ് ഞാൻ ഇത്തിരി മൈദ ചേർത്ത് കൊടുത്തത്. നമ്മൾ ആട്ടപ്പൊടിയാണെങ്കിൽ ഒട്ടും മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച പൊടിയാവുമ്പോൾ ഒന്ന് വീശിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നുറുങ്ങിപ്പോ. അതോടെ ഞാൻ ഇത്തിരി മൈദപ്പൊടി ചേർത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് വീശിയെടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചിട്ടൊന്നുമല്ല, നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം ചെയ്യുന്ന പോലെ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഈ ഒരു പൊടിയുടെ പച്ചമണം മാറണം. നമ്മൾ ആ ഒരു മല്ലി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ല നിങ്ങളെടുത്ത്, ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തതെന്ന്. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടാക്കി പൊടിപ്പിച്ചുകൊണ്ട് തന്നെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത്. ഇനിയിപ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ, ഞാൻ തേങ്ങക്കൊക്കെ പകരമായിട്ട് 1 ടീസ്പൂൺ, വെറും 1 ടീസ്പൂൺ മാത്രം എടുത്താൽ മതിയെ കടലപ്പൊടി. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മുട്ടക്കറിയിലേക്ക്, എല്ലാം ഇന്ന് മിസ്റ്റേക്കാണ്, മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കുട്ടികളെല്ലാം ഉള്ളതല്ലേ, അപ്പോൾ എരിവിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല ഫ്ലേവർ ആയിരിക്കും. സാധാരണ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് നോക്കുക. ഒന്നാമത് ഇപ്പോൾ തേങ്ങക്ക് നല്ല വിലയാണ്. അപ്പോൾ തേങ്ങ അത്യാവശ്യമല്ലേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മോടി പിടിപ്പിക്കാൻ കൂട്ടുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് സ്കിപ്പാക്കാം. ഇങ്ങനത്തെ പൊടിക്കൈകൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ കറി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതൊന്ന് അവിടെ സെറ്റായി വെച്ച് ഇനി ബാക്കി പൊറോട്ട വീശി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പൊറോട്ട ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നമ്മളിത് ഗോതമ്പ് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച പൊടി ആയതുകൊണ്ട് കേട്ടോ ഇത്ര വീശി എടുക്കാൻ കുറച്ചൊരു ഇത്. നമ്മൾ വീറ്റാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടി ആട്ടി
ആകുമ്പോൾ നന്നായിട്ട് വീശാൻ വരും. അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്കറിയില്ല, അതങ്ങനെയാണ്. ഞാൻ പിന്നെ എണ്ണ വളരെ കുറച്ചിട്ടാണ് പൊറോട്ട ചുട്ടെടുത്തത്. നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ച് ചുടുമായിരിക്കും പൊറോട്ട കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ട്രൈ ആയിട്ട് കാണില്ല, നിങ്ങളധികം ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് നമ്മളെല്ലാം നോക്കണമല്ലോ. പിന്നെ ഞായറാഴ്ചയെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. രാവിലെ ഒരു ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന തിരക്കിനിടയിൽ കഴിക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ അത്രയേ കഴിക്കുകയുള്ളൂ. പക്ഷേ വീട്ടിലിരുന്നിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട്, ഉച്ചക്കത്തെ സാമ്പാർ സെറ്റായി കിട്ടിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ 8:45 കേട്ടോ. കാരണം പൊറോട്ട ആയതുകൊണ്ടാണ്. ദോശയോ ഇഡ്ഡലിയോ അപ്പോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൈ വരും. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ആ ഒരു മെനു തന്നെയാണ്. അതാണ് ഇന്നിപ്പോൾ വീര് പൊറോട്ടയ്ക്കിലേക്ക് മാറിയത്. അപ്പോൾ കിച്ചൻ്റെ അവസ്ഥ ഇങ്ങനെയാണുള്ളത്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ബെഡ്റൂമിലേക്ക് പോയിട്ടേ ഇല്ലേ, 8:46. ഇനി നമുക്കിപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മിഷനിൽ അലക്കുന്നത് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ, അതിനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അലക്കാനുള്ളത് മിഷനിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാൻ വന്ന് പാത്രം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ഗ്യാസ് സ്റ്റവ് തുടച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ ചെയ്തെടുത്ത് പാത്രമൊക്കെ ഒരു തുണി വിരിച്ചിട്ട് ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പോവുകയാണല്ലോ, അപ്പോൾ പുറത്ത് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവിടെ നിന്ന് ഉണങ്ങിക്കോളും. ഇപ്പോൾ സമയം 9:20 ആയിട്ടുണ്ട്. 8:40 സംതിങ്ങിനല്ലേ നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ 9:20 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. ബെഡ്റൂമിൽ ഞാൻ പോയിട്ടില്ല. ഒരു വീക്കെൻഡിലാണ് കുട്ടികൾ രാവിലെ കുറച്ച് സമയം കിടന്നുറങ്ങുന്നത്. അപ്പോൾ പോയി വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴേ മദ്രസയൊക്കെ ലീവ് കിട്ടിയിട്ട് രാവിലെ ഒരു കുറച്ച് ഉറങ്ങാൻ സമയം കിട്ടുന്നത്. ആ ഒരു ദിവസങ്ങൾ ഞാൻ കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് അവിടെ അവർ കിടക്കും കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ എനിക്ക് ബെഡും ഒരു പുതപ്പും മടക്കി വെച്ചിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അങ്ങനെ പിന്നെ റൂമിൽ വന്ന് വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ലൊരു ഫ്രഷ് എയറൊക്കെ വരട്ടെ. അതിനുശേഷം ബെഡൊക്കെ മുട്ടിപ്പിരിച്ച് പുതപ്പൊക്കെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അടിച്ച് വരാം. ഞാൻ ഇന്ന് അടിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ, തുടക്കുന്നില്ല. കാരണം പിന്നെ തുടക്കാനുള്ള ടൈം ഉണ്ടാവില്ല എന്തായാലും എനിക്ക്. അങ്ങനെ ഫ്ലോറൊക്കെ നല്ലോണം ക്ലീനാക്കി അടിച്ചെടുക്കുന്നുണ്ട്. ഒന്നും ഇങ്ങനെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ലേ, പക്ഷേ അടിച്ചെടുത്താൽ നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം പോലും അടിച്ചെടുക്കാതെ എനിക്ക് പറ്റില്ല. കാരണം ചെറിയ മക്കളൊന്നും ഇല്ലല്ലോ, എന്തിനാ അടിച്ച് വരുന്നതെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. എന്നാലും അടിച്ച് വാരിയ പൊടി ഉണ്ടാവും കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ജോലിക്കെല്ലാം പോകേണ്ട ആൾക്കാരാണെങ്കിൽ രാവിലത്തെ ആ ഒരു തിരക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഫുഡൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ പൊറോട്ട ആയതുകൊണ്ട് തന്നെ രാത്രി നല്ലോണം ചൂടാക്കി കൊടുത്ത് എല്ലാവരും കഴിക്കും കേട്ടോ. നേരെ മറിച്ച് വേറെയുള്ള ഐറ്റംസ് ആകുമ്പോൾ രാവിലെ രാത്രി ഒരേ മെനു കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെ മക്കൾ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാകും. ഞാൻ പിന്നെ മൈദ പൊറോട്ട അല്ലല്ലോ, അതിന് സമാധാനത്തിൽ കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കറണ്ട് പോയി കേട്ടോ. ഞാനാണെങ്കിൽ അയൺ ചെയ്തിട്ടില്ല, പിന്നെ അലക്കൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. രാവിലെ കിച്ചണിൽ വന്നാൽ ഞാൻ അലക്കാൻ ഇടുന്നതാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയത് കൊണ്ട് തന്നെ കറണ്ടും പോയി. അതങ്ങനെയാണല്ലോ, നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് എന്നത് മനഃപൂർവ്വം എങ്ങനെയാ അറിയാൻ പറ്റാമെന്ന് അറിയില്ല. അന്ന് കറണ്ട് പോകും. ഞാനാണെങ്കിൽ മുൻകൂട്ടി ചെയ്യലുണ്ട്. ഇന്ന് എന്തോ ഒരു അബദ്ധവശാൽ അയൺ ചെയ്തിട്ടില്ല, അലക്കുന്നത് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് കിച്ചൻ്റെ ഫ്ലോർ ഡെയിലി തുടക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, എന്തിനാന്ന് ചോദിക്കും ചില ആൾക്കാർ. പക്ഷേ എനിക്ക് അതൊരു നമ്മൾ ചെറുതിലേ അങ്ങനെ ഒരു ശീലം വന്നത് പോയതുകൊണ്ട് അതിപ്പോൾ മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും തുടച്ചിട്ടില്ലേ, ഇപ്പോൾ എന്തായിരുന്നു തുടക്കേണ്ട, നാളെ തുടച്ചാൽ മതിയല്ലോ എന്നൊക്കെ. പക്ഷേങ്കിൽ കഴിയൂല കേട്ടോ. ലാസ്റ്റ് നിമിഷം എത്ര വയ്യെങ്കിലും ഒന്ന് മോപ്പെടുത്ത് വലിച്ചിട്ടില്ലെങ്കിൽ അതൊരു സമാധാന കുറവ് തന്നെയാണ്. അങ്ങനെ ഫ്ലോറും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. എല്ലാ ഫുഡും ആയി. പിന്നെ കുറച്ച് ചിക്കൻ കറി ഫ്രിഡ്ജിൽ കിടപ്പുണ്ട് കേട്ടോ. അത് രാത്രി ചൂടാക്കിയിട്ട് പൊറോട്ടയും കൂട്ടിയിട്ട് കുട്ടികൾക്ക് അങ്ങ് കൊടുത്തോളൂ. കാരണം മുട്ടക്കറി രാത്രി കൂട്ടുമെന്ന് പറയാൻ മക്കൾ കഴിക്കില്ല കേട്ടോ, അതാ ഉള്ളൂ പ്രശ്നം. അപ്പം 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ A to Z കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് 6 to 10 o'clock നമ്മൾ മൂന്നത്തെ ഫുഡായി വീട് മൊത്തം ക്ലീൻ ചെയ്ത് അതിനിടയിൽ ഓടിപ്പിടിച്ചാൽ മുറ്റടിച്ച് വന്നിട്ടുണ്ട്. അത് ഇതിൽ എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മുറ്റത്ത് മഴ പെയ്തിരുന്നു. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്നേ അടിച്ച് വരാൻ പറ്റിയിട്ടുള്ളൂ. മഴ പെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിനേനു. അത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ചിരകി എടുക്കണം നാളത്തേക്കുള്ള. കാരണം എന്താ വെച്ചാൽ നാളെ രാവിലെ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലത്തേക്ക് എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ തേങ്ങ ചിരകി വെക്കാം. പിന്നെ ഫിഷോ ചിക്കൻ എന്തുണ്ട് കഴുകി വൃത്തിയാക്കി അതും ഞാൻ വെക്കും കേട്ടോ. പിന്നെ സാമ്പാർ കുറച്ച് കോരി മാറ്റുന്നുണ്ട്. പിന്നെ ദോശക്കുള്ള അരിയും കുതിർത്ത് വെക്കുന്നുണ്ട്. ദോശ ഇനിയിപ്പോൾ എത്ര ലേറ്റായിട്ട് രാത്രി വന്നാൽ ദോശക്കുള്ള അരി ഞാൻ അരച്ച് വെക്കും, വന്നാലേ രാവിലെ പെട്ടെന്ന് പരിപാടി കഴിയുള്ളൂ. അപ്പോൾ ലഞ്ച് കൊടുക്കുമ്പോൾ സുഖമാണ്, സാമ്പാർ കയ്യിലുള്ളതുകൊണ്ട് തന്നെ. ഇനി സാമ്പാറും ഒരു മുട്ട പൊരിച്ചതോ ഫിഷ് പൊരിച്ചതോ ഒക്കെ കൊണ്ട് കുറച്ച് ചോറുണ്ടാക്കിയാൽ അവരെ ലഞ്ചുമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഈസി ആയിട്ട് നമുക്കാവും. അപ്പോൾ നാളത്തേക്ക് കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു.
അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പോയിട്ട് കല്യാണം കൂടണം. അല്ലെങ്കിൽ കല്യാണം വിട്ടു പോയി ഞാൻ കിടന്നുറങ്ങും. അതാണ് കാരണം രാവിലെ എഴുന്നേറ്റാണ് നമ്മളൊക്കെ 4:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുള്ള ഒരു ഹാബിറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ടയേർഡാവും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഒന്ന് ഉറങ്ങിപ്പോകും. എന്തായാലും ലോഹ നിസ്കരിച്ച് കുറച്ച് അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ ബാങ്ക് കൊടുത്താൽ നമ്മളെ എന്താണ് ലോഹർ നമസ്കാരം ഉച്ചക്കത്തെ നമസ്കാരം ഉണ്ടല്ലോ അതും കൂടി നിസ്കരിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അയൺ ചെയ്ത് ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോഴത്തെ കറണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതേപോലെയൊക്കെ രാവിലെയൊക്കെ എവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ